ഹലോ സ്റ്റുഡൻസ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ബേസിക്കലി കുറച്ച് ഗ്യാസ് ടൈപ്പ് പേപ്പറാണ്, അതായത് പക്ക തിയറി പക്ക ഗ്യാസ് ടൈപ്പ് പേപ്പറാണ് ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ചില ടോപ്പിക്സ് കാര്യമായിട്ട് പഠിക്കണമെങ്കിലും മെജോറിറ്റി ടോപ്പിക്സ് കുറച്ച് ഗ്യാസാണ്, അതായത് പോയിൻറ്റ്സ് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് എന്താണ് ക്വാളിറ്റി എന്ന് മനസ്സിലാക്കാം. ക്വാളിറ്റിക്ക് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് പല പെർസ്പെക്റ്റീവിൽ ക്വാളിറ്റി എന്താണെന്ന് പറയാം. ടെക്സ്റ്റ് ബുക്കിലും ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആയിരുന്നാലും സർവീസ് ആയിരുന്നാലും, നമുക്കൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് എക്സാമ്പിളായിട്ട് എടുക്കാം. എന്തെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്റ്റ് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാലത്തോളം അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മൊബൈൽ ഫോൺസിൻ്റെ കേസ് എടുക്കുക. ആൻഡ്രോയിഡ് ഫോൺസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അത് അടുത്ത ഒരു 25 വർഷം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നായിരിക്കത്തില്ല നമ്മളെ എക്സ്പെക്റ്റേഷൻ. ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ മാക്സിമം ഒരു 4 വർഷത്തേക്ക് നമുക്കത് കുഴപ്പമൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന പെർസ്പെക്റ്റീവിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്ന രീതി, നമ്മളൊരു മൊബൈൽ ഫോണിൽ നിന്ന് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും കാലത്തോളം അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ പറയും അത് ക്വാളിറ്റിയുള്ള ഫോണാണ് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് എന്ന് പറയും. അതേസമയം ആൻഡ്രോയിഡ് ഫോണിന് പകരം ഐഫോണിൻ്റെ കേസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 2-3 വർഷത്തെ ലൈഫല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഐഫോൺ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും, എന്നൊരു എക്സ്പെക്റ്റേഷൻസിലായിരിക്കും. അപ്പം അത്രയും നാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഐഫോൺ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറയാനൊക്കും. അപ്പം ഇങ്ങനെ എന്ത് പ്രോഡക്റ്റ് ആയിരുന്നാലും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കാണും. ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള അത്രയും കാലത്തോളം അത് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് എന്താണോ വേണ്ടത്, ആ പ്രോഡക്റ്റിൽ നിന്ന് എന്താണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള പെർഫോമൻസ് ആ പ്രോഡക്റ്റ് തരികയാണെങ്കിൽ നമ്മൾ അതിനെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എന്ന് പറയും. ഇപ്പോൾ മൊബൈൽ ഫോൺസിൻ്റെ കേസ് വിട്ടിട്ട് ഇപ്പം വെഹിക്കിൾ, ഒരു കാർ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, കാറിൻ്റെ കേസ് വരുമ്പോൾ ഒരു 5 വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല നമ്മൾ കാർ എടുക്കുന്നത്. കാറാണെങ്കിൽ ഒരു മിനിമം ഒരു 15 വർഷത്തേക്കെങ്കിലും ഒരു കുഴപ്പമില്ലാതെ കാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആകാൻ പാടില്ല എന്നല്ല, എന്നാൽ മെയിൻ്റനൻസ് ഒക്കെ നടത്തി നമുക്കൊരു 15 വർഷമെങ്കിലും മിനിമം ആ കാർ നമുക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാറിൻ്റെ പർട്ടിക്കുലർ കമ്പനി നടക്കുന്ന ആ കാറിന് നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും കാലത്തോളം അത് തരികയാണെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ട്. എന്നാൽ അതേസമയം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും കാലം അത് തരാൻ സാധിച്ചില്ല എങ്കിൽ അതിന് ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് ഫിസിക്കൽ പ്രോഡക്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അല്ല, ഈ ഫിസിക്കൽ പ്രോഡക്റ്റിന് പകരം സർവീസ് ആണ് നമ്മൾ എടുക്കുന്നത്, എന്തെങ്കിലും സർവീസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സർവീസാണ്. അതും പ്രോഡക്റ്റിന്, ഹോസ്പിറ്റലിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ തരുന്ന ആ ട്രീറ്റ്മെൻറ്റാണ്, ആ സർവീസാണ് അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ കാണും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ കാണാം, ഇന്ന അസുഖത്തിന് ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് അസുഖം മാറും എന്നൊരു എക്സ്പെക്റ്റേഷൻ അല്ല. നമുക്ക് അറിയാമെന്ന് കരുതുക, ഒരാഴ്ച കൊണ്ട് തീരുന്ന ഒരു അസുഖമാണ്, ഒരാഴ്ച ട്രീറ്റ് ചെയ്താൽ തീരുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ആ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റായി നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോഴേക്കും അസുഖം മാറുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന ഹോസ്പിറ്റൽ നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റാണ് തരുന്നതെന്ന് നമ്മൾ പറയും. അതേസമയം ഒരാഴ്ച കൊണ്ട് മാറേണ്ട അസുഖത്തിനെ അവർ ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരു മാസത്തോളം വലിച്ചു നീട്ടി അത്രയും കൂടിയ ബില്ലൊക്കെ വാങ്ങിക്കുന്നുവെങ്കിൽ നമ്മൾ പറയും ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് മോശമാണ്, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല അവിടെ നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ക്വാളിറ്റിക്കുള്ളത്. ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞ കൺസെപ്റ്റിൻ്റെ തന്നെ പല രീതിയിൽ നമുക്ക് ഡെഫിനിഷനായിട്ട് എഴുതാൻ സാധിക്കും. 1-2 ഡെഫിനിഷൻ, ടെക്സ്റ്റ് ബുക്കിലുള്ള 1-2 ഡെഫിനിഷൻ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക, ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം. ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പല പെർസ്പെക്റ്റീവിൽ നമുക്ക് ഡെഫിനിഷൻ പറയാമെങ്കിലും ബേസിക് ലോജിക് എന്ന് പറഞ്ഞാൽ, ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ സംഭവമാണ്. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാളിറ്റി. ഈ ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് എന്തൊക്കെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുമെന്ന്. ഇത് ഗ്യാസാണ്. ഈ പോയിൻറ്റ്സ് കാണാതെ ജസ്റ്റ് പോയിൻറ്റ്സ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഈ പോയിൻറ്റ്സിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാതെ പഠിക്കാനൊക്കെ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം M എന്ന് പറയുന്ന ആൽഫബറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല, ചുമ്മാ അത് കൊടുത്തിട്ടുള്ളവർ. എന്തായാലും
ആദ്യം മാർക്കറ്റ് ഒരു ക്വാളിറ്റി, ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണെന്ന് പറയാം. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സുസുക്കിയുടെ കാർ, മാരുതി സുസുക്കി, ഇപ്പോൾ മാരുതി ഇല്ല, സുസുക്കി മാത്രമേ ഉള്ളൂ. സുസുക്കിയുടെ കാർസ് എക്സാമ്പിളായിട്ട് എടുക്കുക. ഇപ്പം എക്സ്പ്രസ്സോ എന്ന് പറയുന്ന വണ്ടി, ഈ എക്സ്പ്രസ്സോ എന്ന് പറയുന്ന വണ്ടി ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി മാരുതി ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയറ്റി അയക്കുന്നുണ്ട്. ഈ സൗത്ത് ആഫ്രിക്ക പോലുള്ള കൺട്രീസിലോട്ട് എക്സ്പ്രസ്സോ എന്ന് പറയുന്ന മോഡൽ കയറ്റി അയക്കുന്നുണ്ട്. ആക്ച്വലി ഇന്ത്യൻ റോഡ്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കാനുള്ള എക്സ്പ്രസ്സോ എന്ന വെഹിക്കിളും സൗത്ത് ആഫ്രിക്ക പോലുള്ള മാർക്കറ്റ്സിലോട്ട് കയറ്റി അയക്കുന്ന എക്സ്പ്രസ്സോ എന്ന വെഹിക്കിളും കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് എങ്കിലും അതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സേഫ്റ്റി ക്വാളിറ്റി എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് വളരെ കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കാറാണ് എക്സ്പ്രസ്സോ കാറാണ് ആക്ച്വലി അവർ സൗത്ത് ആഫ്രിക്കയിലൊക്കെ കയറ്റി അയക്കണമെന്ന് പറയാം. അതിൻ്റെ റീസൺ എന്താണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഈ എക്സ്പ്രസ്സോ എന്ന് പറയുന്ന വെഹിക്കിൾ സൗത്ത് ആഫ്രിക്കയിലെ ക്രാഷ് ടെസ്റ്റ് നടത്തിയ സമയത്ത് അതിന് 3 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയത്. സൗത്ത് ആഫ്രിക്കയിലുള്ള ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പോൾ 3 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. എന്നാൽ അതേ എക്സ്പ്രസ്സോ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഇറക്കിയ എക്സ്പ്രസ്സോ ടെസ്റ്റ് ചെയ്ത സമയത്ത് 0 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ അത്രയും വലിയൊരു ഡിഫറൻസ് ആ വണ്ടിക്ക് ഉണ്ടായത്. രണ്ടും ഒരേ മോഡൽ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഇറക്കുന്ന എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞാൽ ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചാണ് മാരുതി ഇറക്കുന്നത്. അതേസമയം കയറ്റി അയക്കാനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് എക്സ്പ്രസ്സോ എന്ന വെഹിക്കിൾ തന്നെയാണ്. കയറ്റി അയക്കാനായിട്ട് ഉപയോഗിക്കുന്നതിൽ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, കുറച്ച് സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽസും ഷാസിയും പ്ലാറ്റ്ഫോമും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. സെയിം പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിൽ ഉപയോഗിക്കുന്ന അലോയൊക്കെ വളരെ സ്ട്രെങ്ത് കൂടിയതാണ് സൗത്ത് ആഫ്രിക്കയിലോട്ട് കയറ്റി അയക്കാനുള്ള വണ്ടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ബേസ് ചെയ്ത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചേഞ്ച് വരാം. അത് കമ്പനിക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇന്ത്യക്കാർക്ക് ചീപ്പായിട്ടുള്ള വെഹിക്കിൾ വേണം എന്നുള്ളതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഇത് മാരുതി സുസുക്കി ഓട്ടോമൊബൈൽസിൽ മാരുതി മാത്രം ചെയ്യുന്നതല്ല, വേറെയും കമ്പനീസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഓട്ടോമൊബൈൽസിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളുമല്ല, വേറെ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ് ആയിരുന്നാലും എന്ത് പ്രോഡക്റ്റ് എടുത്താലും ഈ ഒരു ഡിഫറൻസ് സത്യം പറഞ്ഞാൽ ഉണ്ട്. മാർക്കറ്റ് ബേസ് ചെയ്താണ്. ഇപ്പം ലാപ്ടോപ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് വാങ്ങിക്കുന്ന ലാപ്ടോപ്സിനെല്ലാം ക്വാളിറ്റി കൂടുതലാണ് എന്ന് സാധാരണ പറയാറുണ്ട്. എന്നാൽ അതേ ബ്രാൻഡിൻ്റെ അതേ മോഡൽ ലാപ്ടോപ്പ് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം ക്വാളിറ്റി പക്ഷേ കാണത്തില്ല. അതായത് ഗൾഫിൽ കിട്ടുന്ന സാധനത്തിന് ക്വാളിറ്റി കൂടുതലാണ് എന്നൊരു വൈപ്പുണ്ട്. അത് വൈപ്പ് മാത്രമല്ല, അതങ്ങനെയാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ബേസ് ചെയ്ത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വേരിയേഷൻ വരാം. അത് കമ്പനിക്കാർ എടുക്കുന്ന സ്ട്രാറ്റജി അനുസരിച്ചൊക്കെ ആണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിയെ എഫക്റ്റ് ചെയ്യാം. രണ്ടാമത്തത് മെൻ എന്ന് പറയുന്നത് നമ്മുടെ ലേബേഴ്സ്. അപ്പോൾ ലേബേഴ്സ് ആവശ്യത്തിന് ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ കൊടുത്തിട്ടാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്, നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയ ലേബേഴ്സ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സിന് ക്വാളിറ്റി കൂടും. അതേസമയം പ്രോപ്പർ ട്രെയിനിങ് ഒന്നും കിട്ടാത്ത എംപ്ലോയീസാണ്, പ്രോപ്പർ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആവശ്യത്തിന് സ്കിൽസോ ഇല്ലാത്ത എംപ്ലോയീസാണ്, സ്റ്റാഫാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിനും ക്വാളിറ്റി കുറവായിരിക്കും. അപ്പം അതാണ് മെൻ എന്ന സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് മെൻ എന്നാണ്. പിന്നെ മണി, നമുക്കറിയാം കാശ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാരുതിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. കൂടുതൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ബെറ്റർ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതേസമയം ചീപ്പായി പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പൂർ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. പൂർ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോഴേക്കും അതിനനുസരിച്ച് ക്വാളിറ്റിയും മോശമായിട്ട് വരാം. അപ്പോൾ മണി ഒരു ഫാക്ടറാണ്. പിന്നെ മാനേജ്മെൻറ്റ്, ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ക്വാളിറ്റി കുറയ്ക്കണം എന്നൊക്കെ സത്യം പറഞ്ഞ് തീരുമാനിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് ആണ്. അപ്പം നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ സ്റ്റാഫോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വർക്കേഴ്സോ ഒന്നുമല്ല, അവിടുത്തെ മാനേജ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് വെച്ചിട്ടാണ് അവർക്ക് ട്രേഡ് ഓഫ് പലതും കൊടുത്തിരിക്കും. ഇന്ന എത്രത്തോളം മണി മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള പല റെസ്ട്രിക്ഷൻസ് അവരുടെ മുന്നിൽ കാണും. എന്തായാലും മാനേജ്മെൻറ്റാണ് തീരുമാനിക്കുന്നത് പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഏത് ലെവലിലെത്തണം എന്ന് മാനേജ്മെൻറ്റാണ് തീരുമാനിക്കുന്നത്. അടുത്ത മെറ്റീരിയൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് വെച്ച് ഉപയോഗിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടുതൽ തന്നെയായിരിക്കും. അതേസമയം ചീപ്പായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ചീപ്പ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് നമ്മൾ അഫക്റ്റ് ചെയ്യും. പിന്നെ മെഷീൻസ്, ഉപയോഗിക്കുന്ന മെഷീനറി, നല്ല ഹെവി ഡ്യൂട്ടി നല്ല ഹൈ പ്രിസിഷൻ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ആ പ്രോഡക്റ്റ് ഉണ്ടാവും. അതേസമയം തട്ടിക്കൂട്ട് വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും കോയമ്പത്തൂരിൽ നിന്ന് ഏതെങ്കിലും കമ്പനി ഉണ്ടാക്കി വെച്ചിരുന്ന ലോ കോസ്റ്റ് മെഷീനറിയൊക്കെ ഉപയോഗിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ആക്യുറസി ഒന്നും കാണത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് സ്ക്രാപ്പും ഒരുപാട് ഡിഫക്ട്സും ഒക്കെ ഉള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും ആ മെഷീൻസ് വെച്ചൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന മെഷീൻ ഡിപ്പെൻഡ് ചെയ്തും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാം. പിന്നെ മെത്തേഡ്സ്, ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ, അവർ അവലംബിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് ഡിഫറൻസ് ആയിട്ട് വരും. ഈ മെത്തേഡ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ കമ്പനീസും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ഫോളോ ചെയ്യുന്നത്.
നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെ കേസ് തന്നെ എടുത്താൽ ഇപ്പോൾ മാരുതി ഫോളോ ചെയ്യുന്ന മെത്തേഡും പ്രൊസീജിയറും ഒന്നുമല്ല ഇപ്പോൾ മഹീന്ദ്രയോ ടാറ്റയോ പോലുള്ള കമ്പനീസ് ഫോളോ ചെയ്യുന്ന. അതുപോലെ അത് ഈ മഹീന്ദ്രൻ ടാറ്റ ഇന്ത്യൻ കമ്പനീസാണ്, മാരുതി എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനിയാണ്. എന്നാൽ ഈ രണ്ട് ബ്രാൻഡ്സ്, ഈ 2-3 ബ്രാൻഡ്സ് ഫോളോ ചെയ്യുന്ന ആ പ്രൊസീജിയർ മെത്തേഡ്സ് ഒന്നുമല്ല ജർമ്മൻ മാനുഫാക്ചേഴ്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. സെയിം പ്രോഡക്റ്റ് തന്നെ, സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തന്നെ പല പല മെത്തേഡ്സ് അവർ ഫോളോ ചെയ്യും. അപ്പോൾ ആ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. മേ ബി ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സോ മെത്തേഡ്സോ കാരണം കൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യൻ ബ്രാൻഡിലുള്ള കാറുകൾക്ക് ഇത്രത്തോളം ക്വാളിറ്റി ഇപ്പം നല്ല മാറ്റമുണ്ട്. മഹീന്ദ്രയുടെ വണ്ടിയായിരുന്നാലും ടാറ്റയുടെ വണ്ടിയായിരുന്നാലും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. എന്നാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഈ മെത്തേഡ്സൊക്കെ ബേസ് ചെയ്യുന്നതനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇത്രയാണ് ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക. എല്ലാം M എന്ന് പറയുന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്നാലും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് പഠിക്കുക, എന്നിട്ട് തള്ളി വയ്ക്കുക. ഇനി അടുത്തത് എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്ന സംഭവം. ഈ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് പറഞ്ഞാൽ അതൊരു പ്രൊസീജിയറാണെന്ന് പറയാം, ഒരു ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രയാണെന്ന്, ആ ലെവൽ ഓഫ് ക്വാളിറ്റി എത്രയാണെന്ന് നേരത്തെ തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കും. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ എന്തെങ്കിലും എലമെൻസിൻ്റെ ഓരോ ക്വാളിറ്റി എന്താണെന്ന് നേരത്തെ തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ ലെവൽ ഓഫ് ക്വാളിറ്റി ആ പ്രോഡക്റ്റിനുണ്ടോ എന്ന് മെഷർ ചെയ്ത് നോക്കും. അങ്ങനെ മെഷർ ചെയ്ത് നോക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആ ലെവലിനനുസരിച്ച് മെഷർ ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിനുണ്ട് എങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയും. അതേസമയം ആ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആ ലെവലിന് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്തുന്നില്ല എങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഒരു ലെവൽ, ക്വാളിറ്റി ലെവൽ അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യും. പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിന് ശേഷം ഈ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റിനെല്ലാം അവർ ഇങ്ങനെ മെഷർ ചെയ്തെടുക്കും. ഓരോ ഫാക്ടേഴ്സ്, ഓരോ എലമെൻറ്റ്സ് എന്തൊക്കെയോ ക്രൈറ്റീരിയ ബേസ് ചെയ്ത് അവർ ഓരോ മെഷർമെൻറ്റ് ചെയ്തെടുക്കും. അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ക്വാളിറ്റി ലെവലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെ ഈ മെഷർമെൻറ്റ് ബേസ് ചെയ്ത് നേരത്തെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരുന്ന ക്വാളിറ്റി ലെവലിനനുസരിച്ചുള്ള അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പാസ്സാക്കി വിടത്തുള്ളൂ. എന്നാൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ക്വാളിറ്റി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വാളിറ്റിയിലനുസരിച്ച് ഈ ഇപ്പോൾ മെഷർ ചെയ്തെടുത്ത ആ ക്രൈറ്റീരിയ വരുന്നില്ല എങ്കിൽ ക്വാളിറ്റി മോശം എന്ന രീതിയിൽ ആ പ്രോഡക്റ്റിനെ അങ്ങ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബേസിക്കലി ഇൻസ്പെക്ഷൻ മെത്തേഡ് തന്നെയാണ്. ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ അത് പാസ്സാക്കി അടുത്ത സ്റ്റേജിലോട്ട് വിടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സ് നടത്തിയതിന് ശേഷവും അവർ ചെയ്യാറുണ്ട്. ഈ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ അവർ ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാ സ്റ്റേജിലും ഓരോ സ്റ്റേജ് കഴിയും തോറും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് അവർ പാസ്സാക്കി വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനം പ്രോഡക്റ്റ്സ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എത്തിയതിനു ശേഷവും അവർ ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യും. സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരുന്ന ക്വാളിറ്റി ലെവലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആ സഫിഷ്യൻറ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിലായിരിക്കും അതിനെ പാർട്ടിനെ പാസ്സാക്കി വിടുന്നത്. അതേസമയം അത്രയും ക്വാളിറ്റി കാണുന്നില്ല എങ്കിൽ ആ പാർട്ടിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ഈ ക്വാളിറ്റി കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ലെവൽ എത്രയാണെന്ന് അവർ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സ് മെഷർ ചെയ്തെടുക്കും. മെഷർ ചെയ്തിട്ട് ആ ലെവൽ ഓഫ് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അത് ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ആ ലെവൽ ഓഫ് ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ അതിനെ പാസ്സാക്കും, അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എക്സ്പ്ലനേഷൻ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൺസെപ്റ്റ് ഞാൻ ഈ പറഞ്ഞതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. Quality control can be defined as the process of setting standards, measuring actual performance and taking corrective actions. അതായത് നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ലെവൽ എത്രയാണെന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ ആക്ച്വലായിട്ടുള്ള ക്വാളിറ്റി എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കും, ആക്ച്വലായിട്ടുള്ള പെർഫോമൻസ് മെഷർ ചെയ്തെടുക്കും. എന്നിട്ട് ഈ നേരത്തെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സഫിഷ്യൻറ്റ് ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെ പാസ്സാക്കും, അതായത് ഓക്കെ ആണെന്ന് പറയും. അതേസമയം എന്തെങ്കിലും ഡിഫക്റ്റ് അതിൽ കണ്ടെത്തുകയാണെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വച്ചിരിക്കുന്ന ആ ലെവലോ ക്വാളിറ്റിക്കാനും താഴെയാണ് ആക്ച്വലായിട്ടുള്ള പെർഫോമൻസ്, ആക്ച്വലായിട്ടുള്ള മെഷർമെൻറ്റ് എങ്കിൽ അതിനനുസരിച്ച് അത് ഒഴിവാക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ട്. കറക്റ്റീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്വാളിറ്റി താഴെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവർ അങ്ങനെ ചെയ്യും. എന്തെങ്കിലും സ്റ്റഡിയൊക്കെ നടത്തിയിട്ടായിരിക്കും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫംഗ്ഷൻസും എല്ലാം ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് ആണത്. ഇത് 3 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ വായിക്കുക. എന്നാലും ഗ്യാസാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നില്ല. ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി കൺട്രോളും ഫംഗ്ഷൻസ് ഓഫ് ക്വാളിറ്റി കൺട്രോളും. അതേസമയം ഈ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന സംഭവമാണ്. അതിനെ QA എന്ന് പറയും. ക്വാളിറ്റി കൺട്രോളിനെ QC എന്ന് പറയുന്ന സമയത്ത് ക്വാളിറ്റി അഷുറൻസിനെ
QA എന്നാണ് പറയുന്നത്. ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് ഉണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെ ആക്ച്വലായിട്ടുള്ള പെർഫോമൻസ് അവർ മെഷർ ചെയ്തെടുത്തിട്ട് ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ അത്ര ആ ലെവൽ ഉണ്ടോ എന്ന് നോക്കും. അതിനനുസരിച്ച് ക്വാളിറ്റിയെക്കാളും പെർഫോമൻസ് കുറവാണ് എങ്കിൽ ആ പ്രോഡക്റ്റിനെ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷനോ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയോ ചെയ്യും. അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതേസമയം ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്തൊന്നുമല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതിന് പകരം ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്തിരിക്കും. അതുണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് തന്നെ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പ്രോസസ്സ് എല്ലാം നടത്തുന്നത്. അതായത് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് അതിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് വരും. അതിനേക്കാളും മുന്നേ ഇങ്ങനെ എറർ വരുന്ന അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ടാവുന്ന ആ ചാൻസസ് എല്ലാം ഒഴിവാക്കി ക്വാളിറ്റി കുറയാൻ സാധ്യതയുള്ള എല്ലാ ചാൻസസ് ഒഴിവാക്കി എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റിന് ക്വാളിറ്റി കുറയാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ ക്വാളിറ്റി അഷർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നു. അതായത് ഒരിക്കലും ആ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ക്വാളിറ്റി താഴെ പോകത്തില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയും കൂടി എലിമിനേറ്റ് ചെയ്യുക. നേരത്തെ തന്നെ അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എലിമിനേറ്റ് ചെയ്യുന്നതിനേക്കാളും ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അത് എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്ത് മാനുഫാക്ചറിങ് നടത്തുന്ന ആ പ്രോസസ്സിനെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി അഷുറൻസ് സാധാരണ ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന പ്രോസസ്സിന് മുന്നേ ചെയ്യുന്ന സംഭവമാണ് ഈ ക്വാളിറ്റി അഷുറൻസ്. അതായത് ക്വാളിറ്റി നേരത്തെ തന്നെ ഗ്യാരണ്ടീഡ് ചെയ്ത് വെച്ചിരിക്കും, ആവശ്യത്തിന് ക്വാളിറ്റി ഉണ്ട് എന്ന്. അങ്ങനെ ഗ്യാരണ്ടി ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ ക്വാളിറ്റി അഷുറൻസ് മീൻസ് assuring the desired quality, reliability, service and other aspects in manufactured products by scientific techniques. അപ്പം ക്വാളിറ്റി കുറയാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ക്വാളിറ്റി കുറയാൻ സാധ്യതയുള്ള റീസൺസിനെല്ലാം ഒഴിവാക്കി ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്, അതിനെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പ്രോഡക്റ്റിൽ ക്വാളിറ്റി കുറയുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അത് ഒഴിവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ അതാണ് ഈ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ക്വാളിറ്റി അഷുറൻസ് അത് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു 4 പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്, ക്വാളിറ്റി ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള അത് ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രോഡക്റ്റ്സ് ഡിസൈൻ ചെയ്യുന്നതിന്. നമ്മുടെ ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാനുഫാക്ചറിങ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ ടെസ്റ്റിങ്ങും എല്ലാം വരുന്നത്. അതേസമയം ക്വാളിറ്റി അഷുറൻസിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഡിസൈൻ സ്റ്റേജിൽ വെച്ച് തന്നെ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും ഡിസൈൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചറിലും പ്രോഡക്ട്സ് നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന രീതിയിൽ ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയുന്ന യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, ക്വാളിറ്റി അഷർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന്. ആ ഒരു പ്രോസസ്സാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഡിസൈനിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണം വെച്ച് ഉണ്ടാക്കും. ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ 10,000 അല്ലെങ്കിൽ 1,00,000 യൂണിറ്റ്സ് വെച്ചൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നതാണ് ഈ മാസ് പ്രൊഡക്ഷനിലൊക്കെ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ യൂണിറ്റ്സും ഉണ്ടാകുന്ന സെയിം പ്രോഡക്റ്റ് തന്നെ എല്ലാ യൂണിറ്റ്സും ഈക്വൽ ക്വാളിറ്റിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഒരു 10 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ 5 എണ്ണം നല്ലതായിരിക്കും, ബാക്കി 5 എണ്ണം മോശമായിരിക്കും എന്നുള്ള രീതി വരാൻ പാടില്ല. 10 പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 10 എണ്ണം നല്ലത് തന്നെയായിരിക്കണം. അല്ലെങ്കിൽ 100 എണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ 100 പ്രോഡക്റ്റ്സും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് തന്നെയായിരിക്കണം. അപ്പം അങ്ങനെ രീതിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ്, അതിന് വേണ്ടി എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ടോ അതും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പ്രോഡക്റ്റ്സ് വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സിനും ഈ ഡിസൈൻ പ്രകാരമുള്ള ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി പെർഫോമൻസ് ഉണ്ടാക്കിയിരിക്കണം. അതാണ് ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ക്വാളിറ്റി ഓഫ് പെർഫോമൻസ്. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പെർഫോമൻസ് ലെവലിൽ ആ പ്രോഡക്റ്റ്സ് എല്ലാം വർക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വാളിറ്റി ഓഫ് സർവീസ്. ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ യൂസ് ബേസ് ചെയ്ത് മാത്രമല്ല,
ആ പ്രോഡക്റ്റിന് കൊടുക്കുന്ന സർവീസും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ കസ്റ്റമർ അസസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചാലും അതിൻ്റെ സർവീസ് അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് മോശമാണ് എങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യും. എത്ര നല്ല പ്രോഡക്റ്റ് ആണ് എങ്കിൽ പോലും പീരിയോഡിക്കലായിട്ടുള്ള സർവീസൊക്കെ മോശമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ടാറ്റ കാർഡ്സിൻ്റെ ആ ഒരു കേസ് പറയുന്നത്. അപ്പോൾ ടാറ്റ കാർഡ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ടാറ്റ കാറല്ല ഇപ്പോഴത്തെ ടാറ്റ കാർഡ്. ഇപ്പോഴത്തെ ടാറ്റ കാർഡിനല്ല നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം വെച്ച് ഈവൻ മറ്റുള്ള ഫോറിൻ മാനുഫാക്ചേഴ്സിൻ്റെ വണ്ടികളെക്കാളും ഒക്കെ ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ഇപ്പോൾ ടാറ്റ ഇറക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനൊക്കും. പക്ഷേ എന്നാൽ പോലും അവരുടെ സർവീസ് ഇപ്പോഴും പഴയ അവസ്ഥയാണ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഇറക്കിയാൽ പോലും അതിൻ്റെ സർവീസ് ക്വാളിറ്റി മോശമായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ടാറ്റ കാറുകൾക്ക് ഇപ്പോഴും ഓരോ കുഴപ്പങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു വെഹിക്കിളാണെന്ന് പറയുമ്പം ഏത് ബ്രാൻഡിൻ്റെ വെഹിക്കിളാണെങ്കിൽ മാരുതി ആയിരുന്നാലും ടാറ്റ ആയിരുന്നാലും കംപ്ലയിൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മാരുതിയൊക്കെ ആണെങ്കിൽ കാര്യമായിട്ട് സർവീസ് നമുക്ക് കിട്ടും. ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ മോശമാണെങ്കിൽ നമുക്ക് പുറത്തുള്ള സർവീസ് സെൻ്റർ നല്ല ക്വാളിറ്റി സർവീസ് നമുക്ക് കിട്ടും. അങ്ങനെ ക്വാളിറ്റി സർവീസ് കിട്ടുന്നതുകൊണ്ട് തന്നെ മാരുതി അല്ലെങ്കിൽ ടയോട്ടയുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും. അതേസമയം അതേ ക്വാളിറ്റിയുള്ള ടാറ്റ വെഹിക്കിൾസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ ടയോട്ടയുടെ ക്വാളിറ്റി ടാറ്റയ്ക്ക് ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നല്ല ആവശ്യത്തിന് ക്വാളിറ്റിയുള്ള ടാറ്റ വെഹിക്കിൾസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അതിന് കിട്ടുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ മോശമായിട്ടുള്ള സർവീസ് ആയിരിക്കാൻ കിട്ടുന്നത്. കാരണം ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ മാരുതി കൊടുക്കുമ്പോൾ പുറത്തൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ ടാറ്റയുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ പുറത്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ ഇപ്പോഴത്തെ ടാറ്റയുടെ വണ്ടികളൊക്കെ ഓതറൈസിൽ തന്നെ ചെയ്യണം. കാരണം അവർ പുതിയ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഓതറൈസ് സർവീസിനുള്ള ആൾക്കാർക്ക് എഞ്ചിനീയേഴ്സിന് മാത്രമേ അറിയാവൂ. അപ്പോൾ അതുകൊണ്ട് ഓതറൈസിൽ കൊടുക്കുന്ന സമയത്ത് അവർ മോശമായിട്ടാണ് ആ വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന മോശമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ സർവീസ് മോശമാവുന്നതുകൊണ്ട് ആ വണ്ടിയുടെ ക്വാളിറ്റി മോശമായിട്ട് വരാം. അപ്പോൾ അതാണ് ക്വാളിറ്റി ഓഫ് സർവീസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ക്വാളിറ്റി അഷുറൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് ക്വാളിറ്റി ഗ്യാരൻറ്റീഡായിട്ട് കിട്ടേണ്ട അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറായിട്ട് കിട്ടേണ്ട ആ ഒരു പ്രോസസ്സിനാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ക്വാളിറ്റി അഷുറൻസ് എന്താണെന്നും ചോദിക്കാം. അതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ തന്നാൽ സത്യം പറഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും. അതിനെപ്പോലും കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഈ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രൊആക്റ്റീവ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഈ ക്വാളിറ്റി കൺട്രോളിന് റിയാക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയാൻ കാര്യം, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതനുസരിച്ച് ആ സ്റ്റാൻഡേർഡ് എന്നിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യുന്നു, ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇല്ല എങ്കിൽ ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കറക്റ്റീവ് ആക്ഷൻസ് അവരെടുക്കുന്നു. അതുകൊണ്ടാണ് അതിനെ റിയാക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായതിന് ശേഷം ആ ഡിഫക്റ്റ് ഇനി വരാതിരിക്കാൻ വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കുന്ന ആ ഒരു രീതിയാണ് ക്വാളിറ്റി കൺട്രോളിലുള്ളത്. അതേസമയം ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്വാളിറ്റി അഷുർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് അതിന് പ്രൊആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ക്വാളിറ്റി മോശമാവാൻ സാധ്യതയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ തന്നെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം. അതുകൊണ്ട് ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല എങ്കിൽ പോലും ക്വാളിറ്റി ആവശ്യത്തിന് ആ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പ്രൊആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിവെൻറ്റീവ് ടൂളാണ്. അതായത് ഡിഫക്റ്റ് ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റീവ് ടൂളാണ്. അതായത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഡിഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഡിഫക്റ്റിനെ ശരിയാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ക്വാളിറ്റി കൺട്രോളുള്ളത്. അതുകൊണ്ടാണ് അതിനെ കറക്റ്റീവ് ടൂൾ എന്ന് പറയുന്നത്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്, ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. വല്ല അർത്ഥമൊന്നുമില്ല, ചുമ്മാ കാണാതെ പഠിക്കുക. പിന്നെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് എന്ന പ്രോസസ്സിന് ശേഷമാണ് ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന സംഭവം ചെയ്യുന്നത്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോളിന് മുന്നെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് 4-5 പോയിൻറ്റ്സ് 3 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയുള്ളൂ. ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി ഗ്യാസ് തന്നെയാണ്, എന്നാലും ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് അതിനെ ബേസ് ചെയ്താണ് നിങ്ങൾ പിന്നീട് തള്ളേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.